പലരും മരിച്ച് മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഓർമ്മ മങ്ങലേൽക്കാറുണ്ട്, നന്നേ മറന്നു പോകാറുണ്ട്. മസൂദ് സഖാഫി വഫാത്തായി അനേകായിരങ്ങൾ പതിനായിരങ്ങളുടെ നാക്കുകളിൽ നിന്ന് മസൂദ് സഖാഫിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ വിധത്തിലും പുതുതായി കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിനയവും ആത്മാർത്ഥതയും ടൈം മാനേജ്മെൻറ്റും വിഷയാവതരണ ശൈലിയും വിഷയത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേകായിരം പ്രഭമില്ലാതാവാറാണ് പതിവുള്ളത്. നാം മസൂദ് സഖാഫി ആവശ്യമുള്ളതേ പറയും, പറയുന്നതൊക്കെയും അത്യാവശ്യമായിരിക്കും. ഒന്നുപോലും വേസ്റ്റ് കാണാൻ കഴിയില്ല. മിനിയാന്ന് മഹാനുള്ള നാട്ടിലായിരുന്നു. ചെറപ്പാലത്താണ് ഇവിടെ വരുന്നതിന് മുമ്പ് 14 കൊല്ലത്തോളം ദർസ നടത്തിയത്. അവിടുത്തെ ഉറൂസിന് അനുസ്മരണ സമ്മേളനത്തിന് എത്രയാണ് ആള്. ആ ചെറപ്പാലം മഹല്ലത്തിൻ്റെ സാരഥികൾ ഈ മഹല്ലത്താക്കിയത് മസൂദ് സഖാഫിയോട് വന്ന് ദിനീ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയവരാണ്. അത് കഴിഞ്ഞ് മസൂദ് സഖാഫിയുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള അതിമനോഹരമായ പള്ളി മസൂദ് സഖാഫിൻ്റെ കെയർ ഓഫിലാണ്. കണ്ണൂരിലുള്ള അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു ഹാജി അദ്ദേഹം പറയുന്നിടത്തൊരു പള്ളി ഉണ്ടാക്കാൻ, അതിമനോഹരമായ സൗകര്യപ്രദമായ പള്ളി ആ ഹാജി മസൂദ് സഖാഫിയിലുള്ള ഇഷ്ടം കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ്. ഏഴ് തവണയാണ് അവിടെ മയ്യത്ത് നിസ്കാരം നടന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ ആ 2 or 3 വയസ്സായ കുഞ്ഞും 5 or 6 വയസ്സായ ഏക മകളും 10 or 11 വയസ്സായ മൂത്ത മകനും കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരെത്താത്തവർ എത്ര പേരുണ്ടായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ഇതൊക്കെ നമുക്ക് പാഠമാവണം. തലേ ദിവസം ദേവറശോലം നിന്ന് വാഴ് കടിഞ്ഞ് സുബഹിന് മുമ്പ് എത്തിയതാണ്. ഒരസ്വസ്ഥയും പ്രയാസം അവിടെ നിന്ന് കണ്ടിട്ടില്ല. അന്ന് കാസർഗോഡ് വാഴ് ഏറ്റതാണ്. അൽ മുഹ്സിനു ഹയ്യുൻ വലൗ കാന ഫീ ദാരിൽ അംവാത്ത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇഹ്സാനാത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർ ഹയ്യും വലൗ കാന ഫീ ദാരിൽ അംവാത്ത്, അവർ ഈ ലോകത്തോട് മരിച്ച് മണ്ണിൽ കിടക്കുന്ന ആയിരങ്ങളിൽ ഒരുവനായി മണ്ണിൽ കിടക്കുമ്പോഴും അവർ എന്നും സുഖലോലുപരായി ഓടിച്ചാടി നടക്കും.
അഥവാ അവരുടെ മനസ്സുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ചിന്തകൾ, അവരുടെ ചെയ്തികളിൽ എല്ലാം ഓർത്തുകൊണ്ടേയിരിക്കും. ഇത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. അൽ മുസിയു മയ്യിത്തുൻ വലൗ കാന ഫീ ദാരിൽ ലഹിയ. ജീവിച്ചിരിക്കുന്നവരുടെ ഗണത്തിൽ അതീവ ചിന്താശൈലിയും കൂർമ്മതയും ഭാരമായ ബുദ്ധിയും എല്ലാം ഒത്തിണങ്ങിയാലും പക്ഷെ ജനങ്ങളെ വിഷമിക്കുന്ന പ്രയാസങ്ങൾ, ചെയ്തികൾ, ചിന്തകളുണ്ടെങ്കിൽ അവർ ജനമനസ്സുകൾ മരിച്ചിരിക്കും. ഞാൻ ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു VIP ലുക്കിൽ നല്ലൊരു ചെറുപ്പക്കാരൻ വിനയെ കാണാൻ വേണ്ടി വന്നു. നല്ല ഒരു സമൂഹത്തിലെ പരിഷ്കർത്താവ്, അല്ലെ വലിയ വ്യാപാരി, വ്യവസായി, ഒരു മന്ത്രി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അയൽവാസി വളരെ മോശം സ്വഭാവമായിരുന്നു, വളരെ മോശം സ്വഭാവമാണ്. ആർക്കും അവനോട് ഇഷ്ടമില്ല, എല്ലാവർക്കും വെറുപ്പാണ്. ഞാനും അവനും തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടായി. അത് മൂർജിച്ചു. ഒട്ടും മൂർച്ചയില്ലാത്ത ഒരു ചെറിയ കൊടാകത്തി എടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് കാലിന് വിട്ടു. ചോര ഒലിച്ചൊലിച്ച് ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ആരും ഡോക്ടറെ വിളിച്ചു പറഞ്ഞില്ല, ആർക്കും അവനോട് ഇഷ്ടമല്ല. അങ്ങനെ ഒലിച്ചങ്ങോട്ട് മരിച്ചുപോയി. എന്തൊരു ലാഘവത്തോടു കൂടെയാണ് അവൻ കൊന്ന പ്രതിയെക്കുറിച്ച് പറയുന്നത്. ഞാൻ അങ്ങനെ അത്ഭുതപ്പെടുമ്പനാ പടച്ചോനെ, ഇത്ര നല്ല ഹൈ ക്വാളിഫൈഡായ, ഹൈ എഡ്യൂക്കേറ്റഡായ, ഹൈ റെപ്യൂട്ടഡായ, ഹൈ പേഴ്സണാലിറ്റിയായിട്ട് എൻ്റെ മുമ്പിൽ അവതരിക്കുന്നത്. അവൻ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്, പരോളിൽ വന്നതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അവസ്ഥ എന്താണ്? പരമസുഖം. എന്താണ് അവൻ്റെ അവതരണം? ഞാൻ ഇവർക്ക് തലക്ക് വല്ല അസുഖമുണ്ടോ അടച്ചോനെ? സെൻട്രൽ ജയിലിനെ കുറിച്ചൊക്കെ എങ്ങനെ ആരെങ്കിലും പറയുമോ എന്ന് പറയുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹം പൊട്ടി കരയാൻ തുടങ്ങി. പരിസരം മറന്നു ആ കരച്ചിൽ. ഞാനാകെ പറയുമ്പോഴും ചെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാനൊരു ഉയർന്ന തറവാട്ടിലാണ്. എൻ്റെ ചേട്ടാനുജന്മാരും മളിയന്മാരും ഒക്കെ വലിയ കോടീശ്വരന്മാരാണ്, മില്ലീനിയറും ഒക്കെയാണ്. എനിക്ക് 4 പെൺകുട്ടികളാണ്. അവർക്ക് 4 പേർക്കും വിവാഹപ്രായത്തിട്ടുണ്ട്. അവരെ കെട്ടിച്ചയക്കാൻ 200-300 പവൻ കൊടുക്കാൻ അവർക്ക് കഴിയും. എന്തും ചെയ്യാൻ അവർക്ക് കഴിയും, അവർ ചെയ്യും. പക്ഷേ എൻഗേജ്മെന്റിനടുത്ത് ദിവസം പറഞ്ഞു ഉറക്കുക എന്ന് കേൾക്കുമ്പോഴായിരിക്കും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മക്കൾ, അദ്ദേഹം കരയുന്നു, നിർക്കാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ കലാതിലകങ്ങളും കലാപ്രതികളുമായ അപാര ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള എൻ്റെ കുട്ടികളല്ലേ എന്നെ ശിക്ഷിക്കപ്പെടുന്നത്? അതെനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ 4 പെൺകുട്ടികളും ആരെയും കൊല്ലാൻ പോയിട്ടില്ല, ആരെയും വേദനിപ്പിക്കാൻ പോയിട്ടില്ല.
അവർക്ക് എത്ര ആഭരണങ്ങൾ കൊടുക്കാനും അവരുടെ സഹോദര സഹോദരിമാർ, ഭാര്യയുടെ സഹോദര സഹോദരിമാർ റെഡിയാണ്. പക്ഷേ വാപ്പ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഇപ്പോഴും മക്കളുടെ പേരിൽ ചുമത്തപ്പെടുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഇതുപോലുള്ള തെറ്റുകൾ എന്നിലും നിങ്ങളിലും സംഭവിക്കരുത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനു ശരീഫാണ് നമുക്ക് സമാഗതമാകുന്നത്. ഇന്നെല്ലാ സ്ഥലത്തും റമദാനെങ്ങാനും മാസം കണ്ടാൽ എന്തായി എന്തായി എന്തായി. ഞാൻ കുറച്ച് നേരത്തെ എത്താൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ വല്ല ദിവസം കണ്ട വല്ല വിവരം കിട്ടുകയാണെങ്കിൽ കോർണിഷ് പള്ളിയിൽ തന്നെ വിവരങ്ങൾ അങ്ങോട്ടേക്കായിരിക്കുമല്ലോ വരലുണ്ടാകുക. അവിടെ കാത്തിരുന്നതാണ്. എന്താ ഇപ്പം മാസം കണ്ടാ വരാൻ പോകുന്നത്? എന്തോ സംഭവിച്ച മാതിരിയുണ്ട്. സംഭവിക്കൽ തോന്നല് റംളാൻ 28 മാസം കണ്ടാ എന്താ കാട്ടുക എന്നാ. പെരുന്നാൾ കഴിക്കുക, നോമ്പ് കഴിക്കുക. പെരുന്നാൾ കഴിച്ചാൽ 28 നോമ്പേ നോറ്റിട്ടുള്ളൂ. ഒരു നോമ്പ് പോയി. നോമ്പ് നോറ്റാലാണോ മാസം കണ്ടിട്ട് പിന്നെ എങ്ങനെ നോമ്പ് വെക്കാൻ പാടുണ്ടോ? ഇതൊക്കെ പണ്ട് കാലങ്ങളും സംഭവിച്ചതാണ്. മഹാന ഇമാം നബി റഹിമഹുല്ലാഹു തആല തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞതായി കാണാം. അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ സ്ഥിരമായി മാസം കണ്ടെങ്കിലല്ലാതെ നോമ്പ് തോൽക്കാറില്ലായിരുന്നു, നോമ്പ് മുറിക്കാറില്ലായിരുന്നു. അതവർക്ക് നിർബന്ധമായിരുന്നു. ഏത് സമയത്തും മാസം കണ്ടെങ്കിൽ മാത്രമേ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കാണാം, അന്ന അലിയൻ കാന ലാ യസ്മു ഇല്ലാ ലിറുയ, മാസം കണ്ടെങ്കിൽ അല്ലാതെ നോമ്പ് നോക്കില്ല. ഔ ഇക്മാൽ അതിൽ ഷഅബാൻ, അല്ലെങ്കിൽ ഷഅബാൻ 30 ദിവസം പൂർത്തിയാവണം. എന്നിട്ട് പറയാണ്, സുംന അലാ അഹ്ദി അലിയൻ 28 യൗമൻ, അലി റളിയല്ലാഹു തങ്ങളുടെ കാലത്ത് ഞങ്ങൾ 28 നോമ്പ് നോറ്റു. ഫഅമറന അലിയും ബി ഖളാ യൗമിൻ, ശറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്താണ്. പെരുന്നാൾ ആഘോഷിച്ചു, നമ്മളോട് ദിവസം നോമ്പ് വെൽക്കാൻ കൽപ്പിച്ചു. ഖാൽ ഖതീബ് വകാന ശഹ്റു റമളാൻ തിൽക സന 29 യൗമ. അപ്പം ആ വർഷത്തെ റമളാൻ 29 ഷഅബാനും 29. പിന്നെ ഒരു ദിവസം കുറഞ്ഞു എന്ന കാരണം കൊണ്ട് അടുത്ത ദിവസം നോമ്പ് ഖളാ വീട്ടാൻ കൽപ്പിച്ചു. അതിലപ്പുറം എന്താ വരാനിരിക്കുന്നത്? അതിലല്ല ആശങ്കപ്പെടേണ്ടത്. മറിച്ച് റമളാൻ ഞാനും നിങ്ങളും ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ്. നിങ്ങളുടെ വീട്ടിൽ യാദർച്ഛികമായി ഏതോ ഒരു അതിഥി വന്നാൽ നിങ്ങൾക്കെല്ലാം എന്ത് കൊടുത്താലും അത് വലിയ സന്തോഷമാണ്. അതേ സ്ഥാനത്ത് 2 മാസത്തോളം എന്നും ചുരുങ്ങിയത് ഓരോ ദിവസവും 5 തവണ, അപ്പോൾ ഒരു മാസത്തിന് 150, 2 മാസത്തിന് 300 തവണ വിളിച്ചു വരുത്തിയ അതിഥി. ആ അതിഥി വരുമ്പോൾ ആ പ്രോട്ടോകോൾ അനുസരിച്ച് ആ അതിഥി അർഹിക്കുന്ന പരിഗണന നൽകിയില്ലെങ്കിൽ അത് വലിയ അപമര്യാദയായി മാറും. അങ്ങനല്ലേ റമദാനെ റജബ് 1 സുബഹിക്ക് തുടങ്ങിയില്ലേ, ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, റമളാനെ ഞങ്ങൾക്ക് എത്തിക്കണേ, റമളാൻ എത്തിക്കണേന്ന് ളുഹ്റിന് ദ്വാരനീലേ, അസറിന് ദ്വാരനീലേ, മഗ്രിബിന് ദ്വാരനീലേ, റജബ് മാസത്തിൽ 150 തവണ ചുരുങ്ങിയ ദ്വാരനീലേ, ഷഅബാനിൽ 150. അപ്പം 300 തവണ ഇൻവിറ്റേഷൻ ലെറ്റർ നടത്തി
വീണ്ടും 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 ദുആ ചെയ്ത് സുന്നത്തുകളും മറ്റു ദുആകളും കൂട്ടിയാൽ വേറെ എത്രയോ 300കളായി മാറി. എന്നിട്ടാ റമളാനെ വേണ്ട വിധം സ്വീകരിക്കാതിരുന്നാൽ അത് വലിയ അപകടമാണ്, അത് വലിയ നാശമായി മാറും. എന്താണ് റമളാനിൻ്റെ അതിഥിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്? 6 കാര്യം നമുക്ക് കിട്ടണം റമളാനിൽ നിന്ന്. ഒന്നാമതായ റമളാൻ റാ എന്ന അക്ഷരം, രണ്ടാമത്തെ മീം എന്ന അക്ഷരം ധനിപ്പിക്കുന്നു, മൂന്നാമത്തെ ദ്വാദ്, നാലാമത്തെ അലിഫ്, അഞ്ചാമത്തെ നൂൻ. 5 അക്ഷരങ്ങൾ. റാ എന്ന് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ ഷോർട്ട് ഫോമാണ്. അള്ളാഹു എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹു. ഹ, ഹു, ഹി, ഹൈ എന്ന് പറയാറില്ലേ? ഹ അറിയുക, ഹു അവൻ, ഹി പറയുക, ഹയ്യുൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പോ അള്ളാഹു എന്നതിൻ്റെ, ഹു എന്ന അള്ളാഹു എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയ പോലെ റമളാൻ ആ റഹ്മത്തിൻ്റെ ഷോർട്ട് ഫോമാണ്. റഹ്മത്ത് എന്താണ്? റഹ്മത്ത് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം, വെല്ലുവിളി റഹ്മത്തില്ലായ്മയാണ്. റഹ്മത്ത് ബറക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എന്തോ അന്ധവിശ്വാസമായിട്ട് മാറിക്കുകയാണ്, അഭ്യൂഹങ്ങളായി തോന്നലായി കരുതുകയാണ്. മഹാനായ ഇബ്നു ദബ്ബാഗ് റളിയല്ലാഹു തആല തങ്ങൾ ഇബ്രീസിൽ പറയുന്ന അർത്ഥം നൂറുൻ സാക്കിനും ഫിൽ ഖൽബി യഖ്തലി തഫദ്ദുല വൽ ഇഹ്സാൻ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും കുട്ടികളും തമ്മിൽ, അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ, ഭരണകർത്താക്കളും ഭരണീയരും തമ്മിൽ, രാജാവും പ്രജയും തമ്മിൽ, തൊഴിലാളിയും മുതലാളിയും തമ്മിൽ, അങ്ങനെ സമൂഹത്തിൻ്റെ അഖില മേഖലകളിലും റഹ്മത്ത് വേണം. ഇന്ന് തൊഴിലില്ലായ്മ ഭീഷണിയാണ്, പട്ടിണി വെല്ലുവിളിയാണ്. അതെല്ലാം ലോകം ഒട്ടുക്കില്ല. ചില ഭാഗങ്ങൾ, ചില പ്രദേശത്ത്, എന്നാൽ ലോകത്ത് 800 കോടി ജനങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്, വെല്ലുവിളിയാണ് റഹ്മത്തിൻ്റെ ശൂന്യത. അഥവാ ഇവിടെ ധാരാളം സഹോദരിമാർ നിറഞ്ഞിരിക്കുന്നു, പല ദിക്കുകളിൽ നിന്നും വന്നവരാണ്. 2 LCD വെച്ചിട്ടൊന്നും മതിയായിട്ടില്ല എന്നാണ് കേട്ടത്. റബ്ബേ, ആ സഹോദരിമാർ വെച്ച ഓരോ കാൽപാദങ്ങൾക്കും ലക്ഷക്കണക്കിന് ഹസനാത്തിനെ രേഖപ്പെടുത്തണേ അല്ലാഹ്. ഇവിടേക്കുന്ന ഓരോ സഹോദരിമാരുടെയും ഭർത്താക്കന്മാർ അങ്ങകലെ മറ്റ് സ്റ്റേറ്റുകളിലോ വിദൂര ദിക്കുകളിലോ അല്ലെങ്കിൽ വിദേശത്തോ ആയിരിക്കും മിക്കവരും. ഭാര്യ ആലോചിക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമ ഭർത്താവ് അങ്ങകല സഹോദര മരുഭൂമിയിൽ, യുഎയുടെ തീക്കാറ്റടിച്ച് വീശുന്ന മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അരച്ചാൻ നീറ് തീർക്കാനല്ല, മറിച്ച് എൻ്റെയും എൻ്റെ കുട്ടികളെയും എൻ്റെ വീടും പറമ്പും സംരക്ഷിക്കാനാണ്. ആ ഭർത്താവിന് സമാധാനം നൽകലാണ് പ്രഥമവും പ്രധാനവുമായ ദൗത്യം. ആ ഭർത്താവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല. എപ്പം ഫോൺ ചെയ്താൽ ഞാൻ എടുക്കണം. ഞാൻ പള്ളി ജമാഅത്തിന് പോകാൻ പാടില്ല. ഞാൻ അങ്ങാടി കറങ്ങി നടക്കാൻ പാടില്ല. ഞാൻ സദാ സമയത്തും ആ ഭർത്താവിൻ്റെ വീട്ടിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നെൻ്റെ ബാധ്യതയാണ്. ഞാൻ ആ വീട് സംരക്ഷിക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ആ ഭർത്താവ് ഫോൺ ചെയ്താൽ വേദനാജനകമായ ഒരു വാർത്ത പറഞ്ഞ്, ഉമ്മൻ്റെ കുറ്റം പറഞ്ഞ്, നാത്തൂൻ്റെ കുറ്റം പറഞ്ഞ്, ഇളയച്ചി മൂത്തച്ചിയുടെ പ്രശ്നം പറഞ്ഞ്, പപ്പടം ചുട്ടിട്ട് ഉമ്മ പപ്പടം തരാത്തത് പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല.
അത് ഭർത്താവിന് സഹിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത ഭാര്യക്കുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭർത്താവിന് പ്രശ്നങ്ങളില്ല എന്നാണോ? എന്ന വിദേശത്തുള്ള ഭർത്താവ് AC റൂമിലിരുന്നു കൊണ്ട് സുഖലോലുപനായി കഴിയുന്ന ഭർത്താവ് ആലോചിക്കേണ്ടത്, ഞാൻ ബെഡ്റൂമിൽ സുഖലോലുപനായി കിടന്നുറങ്ങുമ്പോഴും ഈ ഫെബ്രുവരി 28 കൊടും ചൂടത്ത് രാവിലെ 5 മണിക്ക് അടുക്കളയിൽ പോയി ആ തീച്ചൂളയിൽ എൻ്റെ ഭാര്യ വെന്തുരുകുന്നത് എൻ്റെ ഭാര്യയുടെ അരച്ചാൻ വയറ് നിറക്കാനല്ല, എൻ്റെ മക്കളെ സംരക്ഷിക്കാനാണ്, എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും സംരക്ഷിക്കാനാണ്. അവൾക്ക് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യതയില്ല, എൻ്റെ ഉമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയില്ല, അവൾക്കൊരു സർവൻ്റ് വെച്ചു കൊടുക്കേണ്ട എൻ്റെ ബാധ്യതയാണ്. ഇങ്ങനെയൊക്കെ ഭാര്യ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ആ ഭാര്യ ഞാൻ വഞ്ചിക്കാൻ പാടില്ല, എനിക്കൊരു സൈഡ് ലൈൻ ഉണ്ടാക്കാൻ പാടില്ല, ഞാൻ അശ്ലീലങ്ങൾ കാണാൻ പാടില്ല, ഞാൻ അനാശാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടരുത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. എത്ര മറച്ചു വെച്ചാലും ഒരു നാൾ എൻ്റെ ഭാര്യ അതറിയുക തന്നെ ചെയ്യും. അപ്പത് ഭാര്യക്ക് പ്രശ്നമായി മാറും. ആ ഭർത്താവിനെ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല, ആയതുകൊണ്ട് ഭർത്താവിനെ ഭാര്യയെ വേദനിപ്പിക്കുന്ന വാക്ക് പാടില്ല, പ്രയാസപ്പെടുത്തരുത് എന്ന് ചിന്തിക്കുന്ന ഭർത്താവ്. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, 1991 വരെ കേരളത്തിൻ്റെ തകർച്ചകളും ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, അതുണ്ടായ ശരിയാവുന്ന എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ 1991 കേരളം 100% സാക്ഷരത കൈവരിച്ചു. അന്ന് വരെ കേരളത്തിൽ ഫാമിലി കോർട്ടില്ല. ഇപ്പോഴോ 92 കേരളത്തിൽ ഫാമിലി കോർട്ട് വന്നു. അന്ന് 4 ഫാമിലി കോർട്ട്. ഇപ്പോഴോ 5 വർഷം മുതൽ സമ്പൂർണ്ണ സാക്ഷരത കേരളം കൈവരിച്ചു. ഇപ്പോൾ ഓരോ നാട്ടിലും യൂണിറ്റിലും സൈക്കാട്രിസ്റ്റ് വേറെ, സൈക്കോളജിസ്റ്റ് വേറെ, കൗൺസിലേഴ്സ് വേറെ, കൗൺസിലിംഗ് സെൻ്ററുകൾ വേറെ. ഫാമിലി കോർട്ട് പറയേണ്ടതില്ല. എന്നിട്ടും 86,000 കേസ് നവദമ്പതികളുടേത് കോടതിയിൽ കെട്ടിക്കിടക്കുന്നു എന്ന കണക്ക് കേൾക്കുമ്പോൾ എത്രമാത്രം വേദനാജനകമാണ്. ഇത് നൽകുന്ന സന്ദേശം കേവലം ഭൗതിക സാക്ഷരത കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. സാക്ഷരത വേണം, അത് തീർച്ചയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പോരാ, എക്സിക്യൂട്ടീവിലേക്കും ജുഡീഷ്യറിയിലേക്കും ലെജിസ്ലേറ്റീവിലേക്കും ജേർണലിസത്തിലൊക്കെ ഡെമോക്രസിയുടെ എല്ലാ പില്ലറുകളിലേക്കും എല്ലാ ഏരിയകളിലേക്കും നമ്മുടെ സമൂഹം എത്തിച്ചേരണം. അതിന് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യണം, അത് നിർബന്ധമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം മതിയാകുന്നില്ല. അതുകൊണ്ട് മാത്രം എങ്ങാനും മതിയാകുകയാണെങ്കിൽ ഈ കേരളത്തിൽ ഇന്നലെ മിനിയാന്നും കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത് എത്ര അപകടങ്ങളാണ്. മഅദിൻ അക്കാദമിയിൽ 55 സ്ഥാപനം തുടങ്ങിയെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയില്ല, ഞാൻ വല്ലാതെ വേദനിക്കേണ്ടി വന്നത്. ഹയാത്ത് കാലത്ത് തുടങ്ങേണ്ടി വരുമെന്ന് ധരിച്ചതായിരുന്നില്ല. മെന്റലി പ്രോബ്ലം ഉള്ളവർക്ക് അവിടെ 20,000 ആളുകൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ലഹരിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വേദന എത്രയാണ്. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട മസൂദ് സഖാഫിയുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠനും അനുജനും ഇവിടുത്തെ മുദരിസ് എല്ലാം ജയന്തി മുസ്ലിയാരല്ലേ, ജലാശനി ഇവിടുത്തെ മുദരിസ് ജലാശനി റബ്ബെ അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഞാൻ സംസാരം ചുരുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എത്ര വേദനാജനകമാണ്. മഅദില്ല മിംഹാറിൽ നിന്ന് 20,000 ആളുകളെയാണ് അവരെ കൊണ്ടുവരുമ്പോൾ ടെസ്റ്റ് നടത്തിയാൽ, യൂറിൻ ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ ആൽക്കഹോളിൻ്റെ ആധിക്യം കാണുമ്പോൾ വല്ലാതെ വിഷമിച്ചു പോവുകയാണ്. എന്നല്ല, മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ കേരളത്തിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും സീറ്റ് ഒടിവില്ല. എന്നിട്ടും എത്രയാണ് ആധിക്യം? കേരളത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ എംഎംആറിലൊരു MLA കഴിഞ്ഞ ദിവസം വിളിക്കുകയാണ്, എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട 17കാരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, അവിടെ അഡ്മിറ്റ് ചെയ്യണം മിംഹാറിൽ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂല, കേരള ഗവൺമെൻറ് നിയമം അങ്ങനെയാണ്. 18 വയസ്സിൻ്റെ താഴോട്ട് മൈനറാണ്. മൈനർ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ രക്ഷിതാവ് ആരെങ്കിലും വേണം, കൂടെ ഇല്ലാതെ അഡ്മിറ്റ് ചെയ്താൽ പ്രശ്നമാകും. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക്, 50 വയസ്സ് വരെയും പള്ളിയിലും മദ്രസയിലും നിസ്കാരങ്ങളിലും നോമ്പുകളിലും ദാനധർമ്മങ്ങളിലും പള്ളി പരിപാലനത്തൊക്കെ നന്നായി ശ്രദ്ധ ചെലുത്തിയിരുന്ന നാട്ടിലെ ദീനി ഭക്തനായ മനുഷ്യൻ 50 വയസ്സ് വരെ അദ്ദേഹത്തിന് എനിക്ക് നന്നായി അറിയാം. 50 വയസ്സിന് ശേഷം ജോലി ആവശ്യാർത്ഥം മറ്റൊരു നാട്ടിലേക്ക് പോയി, കൂട്ടുകെട്ട് മാറി, ലഹരിക്കടിമപ്പെട്ടു. മാറാൻ വേണ്ടി സഹോദര സമുദായങ്ങളെ ക്രിസ്ത്യൻ മിഷയുടെ ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു. ഇപ്പം അദ്ദേഹം ക്രിസ്ത്യാനിയായിരിക്കുന്നു. ഇനി ഇവനെയും കൂടി ഞാൻ ക്രിസ്ത്യാനിയാക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. സഹിക്കാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു 10 ഏക്കർ സ്ഥലം ഇതിനായി നീക്കി വെക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത നിയമസഭയിൽ ഈ ബില്ല് ഭേദഗതി ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആയിത്തീർന്നത്? بماء نهر فزالت عنه أقدار